ഇവിടെ സോഫിയുടെ പുറകെ ഒരു പട്ടി കൂടുന്നു. ഓടി ഓടി അവൾ ഒരു വീടിന്റെ ഗേറ്റ് ചാടിക്കടന്ന് അതിനകത്ത് കയറി ഒരു ബെഡിൽ കിടക്കും. ആ ബെഡിൽ ഒരാൾ ഉറങ്ങുന്നുണ്ടായിരുന്നു. പട്ടിയുടെ സൗണ്ട് കേട്ട് അയാൾ എണീക്കുമ്പോൾ സോഫി അവളെ ആ പട്ടി ഓടിച്ചു കയറ്റിയതാണെന്ന് പറയും. അപ്പൊ അയാൾ അവളോട് അയാളെ കിസ് ചെയ്യാനായിട്ട് പറയുന്നു. അങ്ങനെ അവൾ കിസ് ചെയ്യുമ്പോൾ ആ പട്ടി അവിടെ നിന്ന് ഓടിപ്പോകും. കാരണം അത് അവന്റെ പട്ടിയായിരുന്നു. സോഫി അവന്റെ ആരോ ആണെന്ന് വിചാരിച്ചിട്ടാണ് ആ പട്ടി പോയത്. ആ പട്ടി ഓടിച്ചപ്പോ അവളുടെ ഡ്രസ്സ് മൊത്തം കീറിപ്പോയിട്ടുണ്ടായിരുന്നു. സോഫിക്കാണെങ്കിൽ അവളുടെ ലവറിനെ കാണാനായിട്ട് പോകണം. ഇതറിഞ്ഞ ഇവന് അവൾക്കൊരു ഡ്രസ്സ് കൊടുക്കുന്നു. അങ്ങനെ അതും ഇട്ടുകൊണ്ട് അവൾ ലവറിന്റെ അടുത്തേക്ക് പോകുമ്പോഴാണ് അവളുടെ കമ്മല് ആ വീട്ടിൽ വീണ് പോയത് അവൾ നോട്ട് ചെയ്തു. അത് ഈ ലവർ വാങ്ങിച്ചു കൊടുത്തതായിരുന്നു. ആ കമ്മല് കാണാതായതിന് അവൻ അവളെ കുറെ വഴക്ക് പറയുകയും അതില്ലാതെ ഇനി എന്റെ അടുത്തേക്ക് വരണ്ടെന്നും അവളോട് പറയുന്നു. അങ്ങനെ വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഇവൾ ആ വീട്ടിലേക്ക് പോവുകയും അവളുടെ കമ്മല് അവിടെ മുഴുവനും പരിശോധിക്കുന്നു. എന്നാൽ അത് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവന് അതിലും വിലപിടിപ്പുള്ള ഒരു കമ്മല് അവൾക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്നു. ആക്ച്വലി ഇവനൊരു ലവർ ഉണ്ടായിരുന്നു. അവൾക്ക് വേണ്ടി വാങ്ങിച്ചതാണ് ഈ കമ്മലും ഡ്രസ്സുമെല്ലാം. പക്ഷേ കല്യാണം കഴിക്കുന്നതിന് മുൻപേ ആ കുട്ടി മരിച്ചുപോയി. അങ്ങനെ കഥയുടെ അവസാനം സോഫി ടോക്സിക് ആയിട്ടുള്ള അവളുടെ ലവറിനെ ഒഴിവാക്കി ഈ ചെക്കനെ കല്യാണം കഴിക്കും.